അഷ്ടമിച്ചിറ മാരേക്കാട് AMLP സ്കൂളിലെ അധ്യാപിക ലിപ്സിയുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് ആ നാട്ടുകാർ. തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ലിപ്സിയുടെ മൃതദേഹം ചൊവ്വാഴ്ച വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 1-ാം ബ്ലോക്ക് പാൽ സംഭരണ കേന്ദ്രത്തിനു സമീപം ചാലക്കുടി പുഴയിലാണ് കണ്ടെത്തിയത്. അതേസമയം മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് അറിയിച്ചു. കുറച്ചു ദിവസമായി ചികിത്സയിലായിരുന്ന ലിപ്സി അതിനായി അവധിയിലായിരുന്നു. കൊടുങ്ങല്ലൂർ സ്വദേശി ചക്കുങ്ങൽ രാജീവ് കുമാറിന്റെ ഭാര്യയായ ലിപ്സി തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടിൽ നിന്ന് പോയത്. പട്ടുപാവാട തയ്ക്കാൻ അമ്മ സാരി വാങ്ങിയിട്ടുണ്ട്, എത്താൻ അല്പം വൈകും എന്ന് മാത്രമാണ് മകളെ ഫോണിൽ വിളിച്ചു പറഞ്ഞത്. പക്ഷേ പിന്നീട് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. വൈകിട്ടും തിരിച്ചെത്താതിരുന്നതോടെ രാജീവ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസിന്റെ അന്വേഷണത്തിൽ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അതിരപ്പിള്ളി ഭാഗത്താണെന്ന് കണ്ടെത്തി. പിള്ളപ്പാറ റിസോർട്ട് പരിസരത്ത് ലിപ്സിയുടെ സ്കൂട്ടർ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. അഴീക്കോട് മേനോൻ ബസാർ ഊർക്കോലിൽ ശ്രീധരന്റെയും പങ്കജത്തിന്റെയും മകളാണ് ലിപ്സി. ഋതു എന്നാണ് ലിപ്സിയുടെ മകളുടെ പേര്. തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ലിപ്സിയെ വിളിച്ചിട്ട് ഫോൺ എടുത്തിരുന്നില്ല. വൈകുന്നേരം തിരിച്ചെത്തുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതിരുന്നതിനെ തുടർന്ന് ഭർത്താവ് രാജീവ് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് പരിശോധനയിൽ മൊബൈൽ ലൊക്കേഷൻ അതിരപ്പിള്ളി ഭാഗത്താണെന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് അതിരപ്പിള്ളി പോലീസും കൊടുങ്ങല്ലൂർ പോലീസും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെ പിള്ളപ്പാറ കപ്പേളയുടെ സമീപം ചാലക്കുടി പുഴയിൽ ചൂണ്ടയിട്ടിരുന്ന പ്രദേശവാസികൾ പുഴയിലൂടെ എന്തോ ഒഴുകിപ്പോകുന്നത് കണ്ട വിവരം അതിരപ്പിള്ളി പോലീസിനെ അറിയിച്ചിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ പിള്ളപ്പാറയിൽ റോഡരികിൽ സ്കൂട്ടർ കണ്ടെത്തുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ പുനരാരംഭിച്ച പരിശോധനയിലാണ് 8 കിലോമീറ്ററോളം അകലെ മൃതദേഹം കണ്ടെത്തിയത്. അതിരപ്പിള്ളി സ്റ്റേഷനിലെ ചാർജുള്ള മലക്കപ്പാറ CI HL സജീഷിന്റെ നേതൃത്വത്തിൽ SI മാരായ TD അനിൽ, KI മാർട്ടിൻ, പോലീസ് ഓഫീസർമാരായ രാജേഷ്, പോൾസൺ, മനോജ് എന്നിവരാണ് തിരച്ചിൽ നടത്തിയത്. ഫോറൻസിക് സംഘവും ചാലക്കുടി അഗ്നിരക്ഷാ സംഘവും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും കുടുംബം. അധ്യാപികയായ ലിപ്സി കഴിഞ്ഞ ഒരാഴ്ചയായി അവധിയിലായിരുന്നു. ചികിത്സയ്ക്കായി 2 ദിവസം കൂടി അവധി നീട്ടിയ ഇവർ തിങ്കളാഴ്ച സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ ഇവർ സ്കൂളിൽ എത്തിയിരുന്നില്ല. ചാലക്കുടിയിലുള്ള അധ്യാപകരുടെ സഹകരണ സംഘത്തിലെത്തുകയും ഇവിടെ പണമടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ചാലക്കുടിയിലെ ടെക്സ്റ്റൈൽസിൽ നിന്ന് മകൾ ഋതുവിന് ഓണത്തിന് ധരിക്കാനായി പട്ടുപാവാട തുന്നിക്കാൻ സാരി വാങ്ങി സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 22 വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുന്ന ലിപ്സി സഹപ്രവർത്തകരും രക്ഷിതാക്കളുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നോ എന്തിനിങ്ങനെ ചെയ്തുവെന്നോ വ്യക്തമായ ഉത്തരം കിട്ടാതെ സങ്കടത്തിലാണ് കുടുംബവും സുഹൃത്തുക്കളും.